ഫോർമുല, ഒരേ ചേരുവകൾ. പക്ഷെ സ്വഭാവം നോക്കിയാലോ, ജമീനും ആകാശവും പോലെ വ്യത്യാസം. ഇത് കേൾക്കുമ്പോ എന്തോ മാജിക് പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇത് മാജിക്കല്ല, രസതന്ത്രത്തിലെ വളരെ രസകരമായൊരു പ്രതിഭാസമാണ്. അപ്പോ തന്മാത്രകളുടെ ഈ രഹസ്യമായ കയ്യൊപ്പിനെക്കുറിച്ച്, അതായത് ഒപ്റ്റിക്കൽ ഐസോമെറിസത്തെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഒരേ കെമിക്കൽ ഫോർമുല, അതായത് ഒരേപോലുള്ള ആറ്റങ്ങൾ, ഒരേ എണ്ണത്തിൽ അടങ്ങിയ രണ്ട് തന്മാത്രകൾക്ക് ഇത്രയധികം വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത്. ഈ ഒരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ നമ്മൾ ആദ്യം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോൾ എന്താണ് ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രത്യേകതരം പ്രകാശം ഒരു സംയുക്തത്തിലൂടെ കടന്നുപോകുമ്പോൾ ആ പ്രകാശത്തിന്റെ പോക്ക് ഒന്ന് തിരിച്ചുവിടാനുള്ള ആ സംയുക്തത്തിന്റെ കഴിവിനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാ സംയുക്തങ്ങൾക്കും ഈ കഴിവില്ല കേട്ടോ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ വെളിച്ചം, അതായത് നമ്മുടെ ബൾബിൽ നിന്നോ സൂര്യനിൽ നിന്നോ വരുന്ന പ്രകാശം എല്ലാ ദിശയിലേക്കും ചിതറിത്തെറിച്ചാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ നമ്മളൊരു പ്രത്യേക ഫിൽട്ടർ, അതായത് ഒരു പോളറൈസർ ഇതിന്റെ വഴിയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒരു ദിശയിലേക്ക് പോകുന്ന പ്രകാശത്തെ മാത്രം കടത്തിവിടും, ബാക്കിയുള്ളതിനെയെല്ലാം ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ഒറ്റ ദിശയിൽ മാത്രം പ്രകമ്പനം കൊള്ളുന്ന പ്രകാശത്തെയാണ് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രകാശത്തെയാണ് നമ്മുടെ ചില പ്രത്യേക തന്മാത്രകൾക്ക് തിരിക്കാൻ കഴിയുന്നത്. ശരി, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ചില സംയുക്തങ്ങൾക്കു മാത്രം ഈ പ്രകാശത്തെ തിരിക്കാൻ സാധിക്കുന്നത്? ഇതിന്റെ ഉത്തരം ആ തന്മാത്രയുടെ ഘടനയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു കഴിവിന് പിന്നില് ഒരൊറ്റയാളാണ്, തന്മാത്രയ്ക്കുള്ളിലെ ഒരു പ്രത്യേക തരം കാർബണാറ്റം. ഓർക്കണം, എല്ലാ കാർബണാറ്റങ്ങൾക്കുമല്ല ഈ കഴിവ്, വളരെ സ്പെഷ്യലായ ഒന്നിനു മാത്രം. ഈ സ്പെഷ്യൽ കാർബണിനെയാണ് നമ്മൾ ആസിമെട്രിക് കാർബൺ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കാർബൺ ആറ്റത്തിന് 4 കൈകളുണ്ടെന്ന് സങ്കൽപ്പിച്ചാൽ ആ 4 കൈകളിലും 4 വ്യത്യസ്ത തരം ആറ്റങ്ങളോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പുകളോ വരണം. അങ്ങനെയുള്ള കാർബണാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിക്ക് കാരണം. നമ്മൾ എടുത്തിരിക്കുന്ന ഈ വിവരസ്രോതസ്സിൽ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അസിമെട്രിക് കാർബൺ ആറ്റങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്ന്. അപ്പോൾ ഇതാണ് ഈ ആശയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മുടെ സ്വന്തം കൈകളാണ്. നിങ്ങളുടെ വലത് കൈയും ഇടത് കൈയും ഒന്ന് നോക്കിക്കേ. അവ രണ്ടും ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ തന്നെയല്ലേ? പക്ഷേ ഒന്നിന് മുകളിൽ ഒന്നായി കൃത്യമായി ചേർത്ത് വയ്ക്കാൻ നോക്കിയാലോ, അതൊരിക്കലും ശരിയാവില്ല. തള്ളവിരലുകൾ 2 വശത്തേക്കു പോകും. ഇതുപോലെ തന്നെയാണ് ചില തന്മാത്രകളും. കാണാൻ ഒരുപോലെ ഇരിക്കും, പക്ഷേ ഒന്നിനു മുകളിൽ ഒന്നായി വയ്ക്കാൻ സാധിക്കില്ല. ഇതിനെയാണ് കൈറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസിമെട്രിക് കാർബണുള്ള തന്മാത്രകൾ പ്രകാശത്തെ തിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ കറക്കം അല്ലെങ്കിൽ തിരിയൽ 2 വ്യത്യസ്ത ദിശകളിലേക്കാകാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു തന്മാത്ര പ്രകാശത്തെ വലത്തോട്ടാണ്, അതായത് ക്ലോക്കിലെ സൂചി കറങ്ങുന്ന അതേ ദിശയിൽ തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ഇതിനെ ഡി ഐസോമർ എന്നും വിളിക്കാം. എളുപ്പത്തിന് ഒരു പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഇനി നേരെ മറിച്ച് പ്രകാശത്തെ ഇടത്തോട്ടാണ്, അതായത് ക്ലോക്കിന്റെ സൂചിക്ക് എതിർദിശയിൽ തിരിക്കുന്നതെങ്കിലോ അതിനെ ലീവോ റൊട്ടേറ്ററി അഥവാ എൽ ഐസോമർ എന്ന് പറയും. ഇതിനെ നമ്മൾ ഒരു മൈനസ് ചിഹ്നം കൊണ്ടും സൂചിപ്പിക്കും. ഈ ആശയങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമാകാൻ നമുക്കൊരു യഥാർത്ഥ ഉദാഹരണം തന്നെ നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വിവരസ്രോതസ്സിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണമാണ് ഇത്. നമ്മുടെ വിവരസ്രോതസ്സിൽ പറയുന്ന ഉദാഹരണമാണ് ഗ്ലിസറാൽഡിഹൈഡ്. ഈ സംയുക്തത്തിന് DL എന്നിങ്ങനെ 2 രൂപങ്ങളുണ്ട്. ഇതിലെ രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ ഇവ രണ്ടും പ്രകാശത്തെ തിരിക്കും, അതും ഒരേ അളവിൽ. പക്ഷെ ഒന്ന് വലത്തോട്ടാണെങ്കിൽ മറ്റേത് ഇടത്തോട്ട്, അതായത് നേരെ വിപരീത ദിശകളിലേക്ക്. അപ്പോൾ ഡീഗ്ലിസറാൽഡിഹൈഡ് പ്രകാശത്തെ വലത്തേക്ക് തിരിക്കുന്നതുകൊണ്ട് അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, അതായത് പ്ലസ് ആണ്. അതേസമയം എൽ-ഗ്ലിസറാൽഡിഹൈഡ് പ്രകാശത്തെ ഇടത്തേക്ക് തിരിക്കുന്നു, അതിനാൽ അത് ലീവോ റൊട്ടേറ്ററി, അതായത് മൈനസ് ആണ്. കണ്ടില്ലേ, ഒരേ തന്മാത്ര ഘടനയിലൊരു കണ്ണാടിയിലെന്ന പോലുള്ള ചെറിയൊരു വ്യത്യാസം, പക്ഷേ അത് കാരണം അവയുടെ സ്വഭാവത്തിൽ എത്ര വലിയ മാറ്റമാണ് വരുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് തന്മാത്രകളെയും പ്രകാശത്തെയും കുറിച്ചൊക്കെയാണ്.
എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ട് യഥാർത്ഥ ജീവിതത്തിൽ എന്ത് പ്രയോജനം, അല്ലേ? ഈ തന്മാത്രാപരമായ കയ്യൊപ്പിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം? നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാനായി ഒരു ചോദ്യം തരാം. തന്മാത്രകൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കയ്യൊപ്പ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ ശരീരം ഒരു പ്രത്യേക കൈയുള്ള തന്മാത്രകളെ സ്വീകരിക്കാൻ പാകത്തിലാണെന്ന് കരുതുക. അപ്പോൾ അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം പോലുള്ള, അതായത് തെറ്റായ കൈയുള്ളൊരു തന്മാത്ര നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് മരുന്നുകളുടെ കാര്യത്തിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു കൈ ജീവൻ രക്ഷിക്കുന്ന മരുന്നാകുമ്പോൾ അതിന്റെ മറ്റേ കൈ മാരകമായ വിഷമായേക്കാം. തന്മാത്രകളുടെ ലോകത്തെ ഈ ചെറിയൊരു വ്യത്യാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ.